പ്രായമല്ല എന്നാ ആദ്യം എന്താ പിന്നെ ഇതും കൊണ്ട് ഇങ്ങനെ മരിച്ചവരെ കുത്തിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരിക്കും ചിലപ്പോൾ അതായിരിക്കും. കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ 20 വായക്കാൻ നിന്ന് ആ 20 കൊലച്ച് അതിലുള്ള ഒരു കൊലയായി കൂടെ പീടിയെ കൊടുക്ക. ശരി അതെ അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൺവെൻഷന് ആളുകളില്ലെങ്കിൽ കുറവായി പോവും. മറ്റവര് വല്ലാത്ത കളി കളിക്കുന്നുണ്ട് കാറൂടെ. എത്രയാ ചെലവായിക്കോ? ഞാൻ DCC പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ആ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതല്ലേ. എന്താണ് അതിനൊക്കെ സംശയം ഇപ്പൊ? എനിക്ക് സ്ട്രോങ് ചായ എനിക്കും വേണം. സ്ട്രോങ്ങിന് അല്ല സ്ട്രോങ് അത്ര വേണ്ട. അല്ല സ്ട്രോങ് ഒന്നും ഇപ്പൊ അത്ര വേണ്ട. അല്ല കേളപ്പാ, നിങ്ങളിപ്പോ എത്ര സ്ട്രോങ് ആക്കിയിട്ടെന്ത് കാര്യമുള്ളത്? ഞാൻ ആലോചിക്കേണ്ട അല്ല അമ്മതറിയാലോ ഭരണവിരുദ്ധ തരംഗാണ് ഇപ്പൊ മൊത്തത്തിലുള്ളത്. അതെ, 980 45 ഉറുപ്പിക കൊടുക്കാൻ തുടങ്ങി. 2025 അത് 2000 വർദ്ധിപ്പിച്ചു. ഇപ്പൊ മൊത്തത്തിൽ കേരളത്തിൽ 10-62 ലക്ഷം ജനങ്ങൾക്ക് അത് കൊടുത്തു വാങ്ങിയിട്ടുണ്ട്. അതാ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞു. അല്ല കിടാ ഒരു കാര്യം ചോദിച്ചോളൂ, 45 ഉറുപ്പിക വർദ്ധിപ്പിച്ച് 2000 ആക്കിയത് അത് ഭരണവിരുദ്ധം എന്തെന്ന്? അല്ലെങ്കിൽ 45 ഉറുപ്പിക 80 വർദ്ധിപ്പിച്ചത് ഇപ്പൊ 2000 ആക്കിയതാ ഭരണവിരുദ്ധം. അതിന് വർദ്ധിപ്പിച്ചതിന് ഞാളും കൊടുത്തിക്കല്ലേ 100 ഉറുപ്പിക. ഉമ്മൻചാണ്ടി ഞങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടിയുടെ സമയത്തല്ലേ 100 ഉറുപ്പിക വർദ്ധിപ്പിച്ചത്. എത്ര ഓല് വർദ്ധിപ്പിച്ചിക്കല്ലോ, കൊടുത്തില്ല. വർദ്ധിപ്പിക്കുന്നത് കൊടുക്കാനല്ലോ. നല്ല കഥയായി. ചോറ് വായിക്കൊണ്ടുപോകാൻ അണ്ണാക്കിലിട്ട് കൊടുക്കല്ലേ കൊണ്ടുവന്നല്ലേ. വർദ്ധിപ്പിക്കലല്ലോ, കൊടുക്കലില്ലല്ലോ. അതെ, ഇതൊക്കെ നിങ്ങൾ ദേശാഭിമാനി പറയുന്ന വർത്താനല്ലേ. ഇതൊന്നും ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കും. നിങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണ്ട, ജനങ്ങളുടെ അനുഭവത്തിൽ അങ്ങ് വിശ്വാസം വരുമല്ലോ. മനസ്സിലായോ? ഓ ഓ ഓ ഓ കെട്ടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ 1000 ഉറുപ്പിക അല്ലേ? ഉപ്പായ ഇട്ട് വന്നതായിപ്പോ. എന്റെ മോനെ 1980 45 ഉറുപ്പിക 16 കൊണ്ടുവന്ന് അന്ന് നിങ്ങളെ നേതാവ് കരുണാകരൻ പറഞ്ഞു തന്നല്ലേ. എനിക്കറിയാം. എന്താ വാസ്തവാണ്. എന്ത് പ്രത്യുൽപാദനപരമല്ല ഇതല്ലേ പറഞ്ഞാലും ശരി. ഭരണവിരുദ്ധ തരംഗം ഇന്ന് കേരളത്തിൽ മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങള് ഇപ്രാവശ്യം അതിനൊന്നും ആലോചിക്കണ്ട, നടക്കില്ല. കേളപ്പ ഈ എന്ത് പറഞ്ഞ കാര്യം നിനക്കറിയാലോ. നിങ്ങളിപ്പോ ഒരു 5-10 കൊല്ലം ഭരിച്ച് നാട് സ്ഥലത്ത് കുട്ടിച്ചോറാക്കിയാണ്. അതിന്റെ ആ ഭരണവിരുദ്ധ തരംഗം എല്ലാ ആളുകളെടുത്തുണ്ട് ഇപ്പോ. അതുകൊണ്ട് അമ്മേ നിങ്ങൾ വലിക്കണം കളിക്കണ്ട. ഇക്കുറി സത്യം പറയാലോ, ലോകിയൊക്കെ ലോകിയം തന്നെ. ഇക്കുറി ഏതായാലും നിങ്ങൾ ജയിക്കാം. ഈ സൂക്കാട് കൂടി ഒരു അച്ഛന്മാരൊക്കെ ചോദിക്കുന്ന കാര്യം എന്റെ പൂതി എന്താണ്, അതുപോലെ പൂതി വെച്ചോ. ഇതുപോലെ എന്തൊരു കാര്യം കിട്ടണം. ഈ നായി പെറ്റി കിടക്കുന്ന സ്കൂളുണ്ടായിരുന്നു കേരളത്തിൽ. എന്റെ ഫോന്ന് ആർക്കണോ വെള്ളത്തിൽ കല്ലിട്ട പോലെ ആർക്കത്തിൽ ഇല്ലേ? ഇപ്പൊ നമ്മളെ സ്കൂളിന്റെ സ്ഥിതി എന്താ സ്ഥിതി? അമേരിക്കയിലേക്കാട്ടും വലിയ സ്കൂൾ നമ്മളെ കേരളത്തിലുണ്ട്. എനിക്കൊരു കഥ കേട്ടിട്ടുണ്ട്. നേതാക്കന്മാർക്ക് മനസ്സിലാക്കിയില്ലേ, 13 വയസ്സുള്ള ഒരു കുട്ടീനെ കൂട്ടി അക്ഷരം പഠിപ്പിക്കാൻ പോലും പണ്ടൊരു മനുഷ്യൻ അയ്യങ്കാളി ഓർമ്മ. അന്ന് ആ സ്കൂളിന്റെ ബെഞ്ച് കത്തിച്ചാൽ കാറിന് ഇങ്ങോട്ട് മാറിയത് നമ്മളെ കേരളം. 57 ഇങ്ങോട്ട് എന്താ നാട്ടങ്ങളി അല്ലേ? അതിനോട് പരേലെ കുട്ടികൾക്ക് പുത്തമായി കൊടുക്കണ്ടേ? ഞങ്ങൾ ഇനിയിപ്പോ സ്കൂളിൽ ചോറ് വെച്ചു കൊടുക്കണ്ടേ കുട്ടികൾക്ക്? ഉൾപ്പില്ലാത്ത വർത്താനം പറഞ്ഞേ കിടാതെ ഞാൻ പറഞ്ഞുതരാം. ഇറച്ചിക്കൊയ്യുള്ള അവസ്ഥയായിരുന്നു കേരളത്തിലെ സ്കൂളുകൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അല്ലേ? വിൽക്കാൻ പറ്റല്ലേ എത്തിരി സ്കൂളാ വിൽക്കാൻ പറ്റ. ഇപ്പൊ നോക്കണോ, അതിനെതിരെ സമരം ചെയ്താ ഞാൻ 5-6 സഖാക്കള് വെച്ചറിയക്ക് സ്കൂൾ വിൽക്കാൻ നോക്കിയാലോ? ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ ചായ ഭരണവിരുദ്ധ വികാരം അത് ഉറപ്പാ. ഇവിടത്തെ ജനങ്ങൾക്ക് മുഴുവൻ അത് ഇതല്ലാണ്ട് വേറെ എന്താ പറയണ്ടോ? ഒന്നും പറയല്ല. അതല്ലാണ്ട് വേറെ ഒന്നും പറയല്ല. താമസം ഉണ്ടാകില്ല, അധികം താമസം ഉണ്ടാകില്ല. കൊണ്ടോ ഞാളെ വകയില് ഇന്ത്യ കിടാവിന് ഒരു ചായ അതും കുടിച്ച് വിട്ടോ ബേത്തിന്.
ചിരിക്കണ്ട. ബൈക്കിന്ന് ഒരൊറ്റ വോട്ട് ഇന്ന് കിട്ടില്ല. എന്താണെന്നറിയോ, ജനങ്ങൾക്ക് അസലായിട്ട് അറിഞ്ഞ കാര്യം. പഴയ കാലമൊന്നല്ല. കേട്ടല്ല നിങ്ങൾ ഈ പറയുന്നത് അത് നമുക്ക് നാളെ കാണാൻ പോകുന്ന പൂരാണല്ലോ. കാണാൻ പോകുന്ന പൂരം തന്നെയാ, അത് മനസ്സിലാവും. അന്നേരം നിങ്ങൾ നാവെടുത്ത ഇതേ പറയൂ, നിങ്ങളുടെ ദേശാഭിമാനി അതേ പറയൂ. അതൊന്നും പോട്ടെ. ഭയമക്കാരുടെ വട്ടാണ് നായിന്റെ പാൽ ഓടക്കൊള്ളിട്ടാൽ എന്തായിട്ട് വളഞ്ഞേ നിൽക്കൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പുതിയ കുപ്പായൊക്കെ ഇട്ട് പുതിയ പണിയല്ലേ തെരഞ്ഞെടുപ്പിന് അടുപ്പിച്ച്. നിങ്ങൾ ആളെ ആസാക്കരുത് കെട്ടിക്കല്ലേ. ആസാക്കല്ല, ഞാൻ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചു എന്നിട്ട് പോകും.